ഫിലിം ന്യൂസിന്റെ എഡിറ്റർ കുറുപ്പും അതിന്റെ കറസ്പോണ്ടന്റ് കുമാറും വന്നിട്ടുണ്ട്. എവിടെ മാഗസിൻ? സാർ, അവൾ എത്ര രൂപ തന്നോ ഈ തറ സാധനം മാഗസിനിൽ അടിക്കാൻ? അയ്യോ, ഒറ്റ പൈസ വാങ്ങിച്ചിട്ടില്ല സാർ. പിന്നെ തന്നെ അങ്ങോട്ട് പൈസ കൊടുത്തോ? ഇല്ല സാർ, ഒന്നും കൊടുത്തില്ല. 4 കോപ്പി കൂടുതൽ ചിലവാകാൻ വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കുമല്ലേ? സാറ് വിചാരിക്കുന്ന പോലെയല്ല സാർ, പത്രധർമ്മം അനുസരിച്ച്. പത്രധർമ്മം ഒറ്റ കീറ് വെച്ചെന്നാണല്ലോ മോന്ത്ര ഷേപ്പ് മാറി. ഞാൻ പറഞ്ഞേക്കാം. നീ ഒരുത്തം കാരണം ഞാൻ അന്നേ പറഞ്ഞത്. എന്താടോ ഒരു സ്വകാര്യം പറച്ചിൽ? സാർ, ഒന്നുമില്ല സാർ. ആരാടോ അവളുടെ അടുത്ത ഏരാ? മാറ്റർ കിട്ടിയിട്ടില്ല സാർ. കള്ളം. സത്യം പറ, കിട്ടിയില്ലേ? കിട്ടിയിട്ടില്ല സാർ. ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് തരാന്നാ അശ്വതി അവസാനം കണ്ടപ്പോ എന്നോട് പറഞ്ഞത്. മന്ത്രി ഭാർഗവനെ കുറിച്ചാണോ? ആയിരിക്കാം സാർ. എന്നോട് അശ്വതി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ തന്നെ ഊഹിച്ചെടുത്താണോ? അല്ല, മന്ത്രിക്ക് അശ്വതിയുടെ വൈരാഗ്യം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ സാർ. പ്രൊഡ്യൂസർ മോഹൻ കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറ. സാർ, ഈ ലേഖനം ഇറങ്ങിയ പിന്നെ വിശ്വം നിങ്ങളെ കാണാൻ വന്നിരുന്നോ, ഭീഷണിപ്പെടുത്തിയിരുന്നോ? ഇല്ല സാർ, ഇതുവരെ വന്നില്ല സാർ. അതെന്താടോ അങ്ങനെ? ഈ ലേഖനം അയാൾക്ക് കൊണ്ടെങ്കിൽ ന്യായമായും ആദ്യം അയാൾ നിങ്ങളെയല്ലേ കാണാൻ വരേണ്ടിയിരുന്നത്? എനിക്ക് അറിഞ്ഞുകൂടാ സാർ. താൻ ഏതാടോ? ഇതാണ് പ്രൊഡ്യൂസർ മോഹൻ, അശ്വതിയെ കെട്ടാനിരുന്നയാളാ. ഓഹോ, കാമുകനാണല്ലേ. എന്ത് വേണം കാമുകന്? 2 ദിവസമായി ചോദ്യം ചെയ്യാൻ എന്നെ വിളിച്ചോണ്ട് വരുന്നു. ഇതുവരെ ഒരു അക്ഷരം എന്നോട് ചോദിച്ചിട്ടില്ല. സാർ, എനിക്ക് വേറെ ജോലിയുണ്ട്. എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. താനിങ് വന്നേ. സൗകര്യമില്ലെങ്കിലോ? സൗകര്യപ്പെടണം സാർ. എനിക്ക് മദ്രാസിൽ പോകേണ്ട അത്യാവശ്യമുണ്ട്. താൻ ഒരു മദ്രാസിലും പോണ്ട, ഇവിടെ തന്നെ ഇരുന്നാ മതി. എന്റെ പടത്തിന്റെ റിലീസാണ് സാർ, പോയേ പറ്റൂ. എന്നാ താൻ മദ്രാസിൽ പോകുന്ന എനിക്കൊന്ന് കാണണമല്ലോ. പ്രൊഡ്യൂസറാണെന്നും കാമുകനാണെന്നൊന്നും ഞാൻ നോക്കില്ല. അണ്ടർവെയറിട്ടൊന്ന് ലോക്കപ്പിൽ കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ താൻ കാണും, താൻ ലോക്കപ്പിൽ കിടക്കുമ്പോ. സാർ, സാർ. ഇപ്പൊ പോയിക്കോ, വിളിക്കുമ്പോ വന്നോണം. മോഹൻ വരൂ. സത്യം വല്ലതും മറച്ചു വെക്കാനാണ് ഭാവമെങ്കിൽ അണ്ടർവെയറിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. എടോ, എന്താ അലക്സേ തന്റെ അഭിപ്രായം? ആ പെണ്ണ് തൂങ്ങിച്ചത് തന്നെയല്ലേ? അവൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടെന്നുള്ളത് സത്യമാണ്. ആ നടൻ വിശ്വത്തിനെ സംശയമുണ്ടോ? സംശയം ഇല്ലാതില്ല. പക്ഷേ തർപ്പിച്ചു പറയാൻ നമ്മുടെ പക്കൽ തെളിവുകളൊന്നുമില്ലല്ലോ. അയാളെ കൂടാതെ വേറെ ആരെങ്കിലും സംശയമുണ്ടോ? അത് ഉണ്ടെങ്കിൽ പറയടോ. അശ്വതി മരിച്ച ദിവസം മന്ത്രി ഭാർഗവനും അയാളുടെ സുഹൃത്ത് ഒരു തോമസും ആ ഹോട്ടലിൽ താമസം ഉണ്ടായിരുന്നു. ആര് പറഞ്ഞു? അവിടുത്തെ ഒരു വെയിറ്റർ. അവൻ അവരെ അവിടെ വെച്ച് കണ്ടെന്നു. അവൻ എവിടെ ഉണ്ട്? പുറത്തുണ്ട്. വിളിക്കേ. വരൂ. വള്ളി പുള്ളി വിടാതെ കൃത്യമായിട്ട് പറയണം. നീ എന്താ അവിടെ കണ്ടത്? പറയടാ. അന്ന് ഞാൻ ഭാർഗവൻ സാറിന്റെ മുറിയിൽ സോഡയും കൊണ്ടുവന്നപ്പോ ചെന്നപ്പോ ആ നടി അശ്വതി വന്നാ? ഇപ്പൊ റൂമിലുണ്ട് സാർ. ഇടുങ്ങാതെ ഓർഡർ സാധനം കൊണ്ടുവാ. എന്നാലേ ഞാൻ അവിടെ നിന്ന് കണ്ടിട്ട് വരാം. ഞാൻ കൂടെ വരാം. വേണ്ട, താൻ ഇവിടെ ഇരി. എന്ത് വേണം? എനിക്കൊന്ന് നിന്നോട് സംസാരിക്കണം. ഇപ്പൊ സാധ്യമല്ല. കാരണം കുടിച്ച് നിങ്ങൾക്ക് വെളിവില്ലാത്തതുകൊണ്ട്. ആരെ കുറിച്ചാടി നിന്റെ അടുത്ത ലേഖനം? എന്നെ കുറിച്ചാണോ? ആയിരിക്കും. എന്നെ കുറിച്ച് നീ പത്രത്തിൽ എഴുതുമല്ലേ? എന്നാൽ എനിക്കതൊന്ന് കാണണം. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി ഞാൻ കംപ്ലൈന്റ് ചെയ്യും. നീ കംപ്ലൈന്റ് ചെയ്യുമല്ലേ? എങ്കിൽ ചെയ്യടി. Get out. തുറക്കണേ. കഥ തുറക്കാൻ. തുറക്കാനാ പറഞ്ഞത്. കഥ തുറക്കാൻ. തുറക്കില്ലല്ലേ? നിന്നെ ഞാൻ
ഏ? സാർ എന്തായി കാണിക്കുന്നേ ഏ? കാണിക്കുന്നതെന്ന് കാണിക്കുന്നത് ആ, വന്നേ. അവളെ ഞാൻ വന്നേ വിടടാ. ഐ. നീ ഈ സംഭവം ഞങ്ങളോടല്ലാതെ വേറെ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല സാർ, എന്താ പറയാത്തത്? എന്താടാ പറയാത്തത്? എന്നോട് ആരും ചോദിച്ചില്ല സാർ. ഇനി ആരെങ്കിലും ചോദിച്ചാ പറയൂ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മീശ ഞാൻ പോയി തീർക്കും. മനസ്സിലായോ? മനസ്സിലായി സാർ. പൊയ്ക്കോ. ആ. അലക്സേ, ഈ കേസിനെ സംബന്ധിച്ച് എന്ത് തെളിവ് കിട്ടിയാലും ഞാൻ അറിയാതെ മറ്റൊരാൾ അറിയരുത്. യെസ് സർ. ഭാർഗവൻ സാറിനുള്ള നന്ദിയും കടപ്പാടും അത്ര എളുപ്പം നമുക്ക് മറക്കാൻ കഴിയില്ല. ഞാൻ വരട്ടെ സർ. ശരി. അവൾ മരിച്ച ദിവസം ഞാൻ ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നതുകൊണ്ടും അവളുമായി സംസാരിച്ചതുകൊണ്ടും അവളെ കൊന്ന് കെട്ടിത്തൂക്കിയത് ഞാനാണെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? ക്ഷമിക്കണം, സാറിനെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അതേപടി ഞാൻ സാറിനോട് പറഞ്ഞെന്ന് മാത്രം. അല്ലാതെ സാറിനെ സംശയിക്കുന്നു എന്നൊന്നും എന്റെ വാക്കിൽ സൂചനയില്ല. പിന്നെ കിട്ടിയ തെളിവുകൾ വെച്ച് അത് ആത്മഹത്യ തന്നെയാണ്. പക്ഷെ അതിന് സ്ഥിരീകരണം കൊടുക്കാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. കൂടാതെ ഈ കേസ് ഞാൻ തന്നെ ആയിരിക്കും അന്വേഷിച്ച് അവസാനിപ്പിക്കുക എന്നൊന്നും ഇപ്പോൾ പറയാനാവില്ല. ഒരു മർഡർ കേസിൽ സാർ ഇപ്പോൾ തന്നെ അറിഞ്ഞോ അറിയാതെയോ പ്രതിയാണ്. ആ കേസും ഈ പെണ്ണ് കാരണം തന്നെയാണ് ഉരുത്തിരിഞ്ഞത്. അത് തന്നെ ആ പെണ്ണിനോട് സാറിന് വൈരാഗ്യം തോന്നാനുള്ള കാരണമായി മറ്റുള്ളവർക്ക് തോന്നാം. പിന്നെ മറ്റ് എവിഡൻസ് കൂടി ആവുമ്പോൾ മോട്ടീവ് ഉണ്ടെന്നുള്ള കാര്യം ഏത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കും ബോധ്യമാവും. ഞാനിപ്പോ എന്ത് ചെയ്യണം? സാറോ സാറിന്റെ കൂട്ടുകാരനോ അന്ന് ആ ഹോട്ടലിൽ താമസിച്ചിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവും ഉണ്ടാകാൻ പാടില്ല. സാർ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഇത്രയും പറഞ്ഞത് തന്നെ സാറിനോടുള്ള നന്ദിയും കടപ്പാടും കൊണ്ടാണ്. ശരി സാർ, ഞാൻ ഇറങ്ങട്ടെ. ഹലോ, ഹോട്ടൽ പ്രസിഡന്റ് അല്ലേ? പ്രൊപ്പറേറ്റർ എന്ന് വേണമല്ലോ. ഞാനാ ഭാർഗവൻ. സമരം ചെയ്യും, വിജയം വരെയും സമരം ചെയ്യും. നമസ്കാരം. നമസ്കാരം.
ഇങ്ങ് വന്നേ. ഇയാളല്ലേ ആ ചത്തവണ്ണിന്റെ പടത്തിന്റെ ഡയറക്ടർ? അതെ. ഇതാ പടം തന്നെ? അല്ല, ഇത് വേറെ പടമാണ്. ആ പോ. നിങ്ങളല്ലേ മിസ്റ്റർ വിശ്വം? അതെ. താനിങ് വന്നേ. ഇവനൊക്കെ എവിടെ നടാ? നമ്മൾ തമ്മിൽ സ്നേഹിതന്മാരാണെന്ന് മറ്റുള്ളവർ കരുതട്ടെ, അതല്ലേ അതിന്റെ ഭംഗി. സിനിമയിലെ ഹീറോ അല്ലേ താൻ, പിന്നെങ്ങനാണോ ജീവിതത്തിൽ വില്ലനായത്? പുരാണ പടത്തിലെ ശ്രീകൃഷ്ണന്റെ മുഖമാണല്ലോടോ തനിക്ക്. ഈ മുഖവും വെച്ചോണ്ട് തനിക്ക് എങ്ങനെയാണോ ആ പെണ്ണിനെ കൊല്ലാൻ തോന്നിയത്? ഒരു കല്യാണം മുടക്കിയതിന് ഇത്രയും കടുത്ത ശിക്ഷയോ? നിങ്ങൾ എന്ത് അസംബന്ധമാണ് പറയുന്നത്? സൂപ്പർ സ്റ്റാറിന്റെ അഭിനയമൊക്കെ അങ്ങ് വെള്ളിത്തിരയിൽ മതി, എന്നോട് വേണ്ട. മനുഷ്യൻ നുണ പറഞ്ഞെന്നിരിക്കും, പക്ഷേ മൃഗങ്ങൾ നുണ പറയില്ല. പോലീസ് ഡോഗ് ഡോളി ഹോട്ടൽ പ്രസിഡന്റിൽ അശ്വതി മരിച്ചു കിടന്ന മുറിയിൽ നിന്നും ഇറങ്ങി ഓടിയ ഓട്ടം ഹോട്ടൽ സീലാൻഡിൽ റൂം നമ്പർ 33 മുന്നിൽ ചെന്നാണ് നിർത്തിയത്. മനസ്സിലായോ തനിക്ക്? റൂം നമ്പർ 33 ഹോട്ടൽ സീലാൻഡിൽ സാറിന്റെ സ്പെഷ്യൽ റൂമാണത്. മോട്ടീവ് വ്യക്തമാണ്, ആളെയും പിടികിട്ടി. ഇനി എങ്ങനെയാണ് സാർ ഈ ഓപ്പറേഷൻ നടത്തിയത് എന്ന് കൂടി പറഞ്ഞു തന്നാൽ എന്റെ ജോലിയുടെ ഭാരം കുറയും. എനിക്ക് ധൃതിയില്ല. ഷൂട്ടിംഗ് എപ്പോ തരും? രാത്രിയാവും. ആയിക്കോട്ടെ, ഒരു വിരോധവും ഇല്ല. ആ, പേപ്പർ ഉണ്ടോ കയ്യിൽ? ആ, മതി 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 മതി. ഷൂട്ടിംഗ് തീരുമ്പോ ഈ നമ്പറിൽ വിളിച്ചാൽ മതി, നമുക്ക് സൗകര്യമായിട്ട് സംസാരിക്കാം. ആ, താനിങ് വന്നേ. ഒരു കാര്യം പറഞ്ഞേക്കാം, നല്ലതാണെങ്കിൽ ഞാനും നല്ലതാ. സിനിമയെ കാണിക്കുന്ന ചെപ്പടി വിധി ഒന്നും എന്റെ അടുത്ത് വേണ്ട. വേലത്തരം വല്ലതും മനസ്സിലുണ്ടെങ്കിൽ അത് ഇപ്പോഴേ ഞാൻ കളഞ്ഞേക്ക്. വരട്ടെ.